ലഹരിക്കെതിരെ ജനകീയ പ്രതിരോധം. ഇന്ന് നമ്മുടെ സമൂഹത്തിൽ നടന്നുകൊണ്ടിരിക്കുന്ന ലഹരി വിരുദ്ധ ക്യാമ്പയിൻ നല്ല രീതിയിൽ പോകണമെന്നുണ്ടെങ്കിൽ സമൂഹവും പോലീസും ഒത്തൊരുമിച്ച് അതിനെതിരെ പ്രവർത്തിച്ചെങ്കിൽ മാത്രമേ കഴിയൂ. നമുക്ക് മുൻ ചരിത്രങ്ങൾ എടുത്തു നോക്കിയാൽ ഈ യുദ്ധത്തിൽ ഒരു യുദ്ധമാണ് ശരിക്കും പോലീസും മയക്കുമരുന്ന് ലോബിയും തമ്മിലുള്ള യുദ്ധത്തിൽ എപ്പോഴും വിജയിക്കുന്നത് മയക്കുമരുന്ന് ലോബി തന്നെയാണ്. അതിന് പ്രധാന കാരണം ശരിയായ രീതിയിലുള്ള അന്വേഷണങ്ങളോ ഒന്നും നടക്കുന്നില്ല എന്നുള്ളതാണ് മുൻകാല അനുഭവങ്ങൾ നമ്മളെ പഠിപ്പിക്കുന്നത്. അതുകൊണ്ട് ഇനി ഉള്ള കാലങ്ങളിൽ ഈ മയക്കുമരുന്ന് നമ്മുടെ പ്രദേശത്തു നിന്ന് തുടച്ചു നീക്കണമെങ്കിൽ ജനങ്ങളും ജാഗരൂകരായി പ്രവർത്തിക്കണം. അതുകൂടാതെ പോലീസ് കേസ് കാര്യങ്ങൾ സത്യസന്ധമായ രീതിയിൽ അന്വേഷണം നടത്തി യഥാർത്ഥ പ്രതികൾക്കെതിരെയുള്ള കുറ്റപത്രം നൽകി അവരെ ശിക്ഷിക്കുന്നതിന് വേണ്ടിയുള്ള നടപടിക്രമങ്ങൾ എടുത്തില്ലെങ്കിൽ വീണ്ടും പോലീസിൻ്റെ ഭാഗത്തു നിന്നുള്ള പരാജയങ്ങൾ ഈ മയക്കുമരുന്ന് ലോബിയെ ശക്തരാക്കുകയാണ് ചെയ്യുന്നത്. അതുകൊണ്ട് ഈ നടപടിയിൽ പോലീസ് ഡിപ്പാർട്ട്മെൻറ്റ് ശരിയായ രീതിയിൽ അന്വേഷണങ്ങൾ നടത്തി ശരിയായ രീതിയിൽ കുറ്റപത്രം കൊടുത്ത് പ്രതികളെ ഇതിന് പിന്നിൽ പ്രവർത്തിക്കുന്നവരെ പിടിക്കുക മാത്രമല്ല അത് ശിക്ഷിക്കുന്നതിന് വേണ്ടിയുള്ള നടപടികളും കൂടി സ്വീകരിക്കേണ്ടതാണ്. നമ്മളുടെ ഈ പ്രദേശം അഭിമുഖീകരിക്കുന്ന സിന്തറ്റിക് ഡ്രഗ്സിൻ്റെ ഉപയോഗം, അതുപോലെ തന്നെ ഇതിൻ്റെ വിപണനം, അതിനെതിരെയായിട്ടുള്ള ഒരു ബോധവൽക്കരണത്തിനും കൂടിയാണ് ഈ വേദി നമ്മൾ ഉപയോഗിച്ചിട്ടുള്ളത്. നമ്മളുടെ മക്കൾ നമ്മളുടെ വീട് വിട്ട് പുറത്തേക്ക് പോയി കഴിഞ്ഞാൽ ഏത് രീതിയിലാണ് തിരിച്ചു വരുന്നത് എന്നുള്ളത് നമുക്ക് പോലും ഒരു തീർച്ചയില്ലാത്ത ഒരു ഘട്ടത്തിലൂടെയാണ് നമ്മൾ പോയിക്കൊണ്ടിരിക്കുന്നത്. ഇപ്പോൾ നമ്മൾ കേട്ടറിഞ്ഞിട്ടുള്ളത് നമ്മളുടെ വീടിൻ്റെ പടിവാതിൽ വരെ എത്തിക്കഴിഞ്ഞു. നമ്മളുടെ മക്കൾ ഈ റംസാൻ കാലഘട്ടത്തിൽ പള്ളിയിൽ പോകുന്ന ഒരു പേര് പറഞ്ഞുകൊണ്ട് പോകുന്നുണ്ട്. അവർ പള്ളിയിലേക്കാണോ പോകുന്നത്, നമസ്കാരം കഴിഞ്ഞ് നമ്മളുടെ കുടുംബത്തിലേക്ക് തന്നെ തിരിച്ച് സ്വബോധത്തോടു കൂടിയാണോ എത്തുന്നത് എന്നുള്ളൊരു കാര്യം നമ്മൾ രക്ഷകർത്താക്കൾ ഒരു ശ്രദ്ധ ചെലുത്തേണ്ടത് ഒരാവശ്യം കൂടിയുണ്ട്. അതുകൊണ്ട് ഈ വിപത്തിനെതിരെ ഒരു ക്യാമ്പയിൻ തന്നെ വോയിസ് ഓഫ് വെസ്റ്റ് കൊച്ചി സംഘടിപ്പിക്കുന്നുണ്ട്. അതിൻ്റെ അനുകരണം എന്ന നിലയ്ക്ക് കഴിഞ്ഞ 9-ാം തീയതി ഒരു ഇരുചക്ര വാഹന റാലി പശ്ചിമ കൊച്ചിയിൽ നടത്തപ്പെടുകയുണ്ടായി.